ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബേബി ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങുമായാണ്. ഇതൊരു ഡിസൈനർ ബേബി ഫ്രോക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ തുണി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതിൻ്റെ ടോപ്പ് തയ്ക്കാനായി ഞാനിവിടെ ഒരു 1/2 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു കോട്ടൺ അല്ല, ഒരു ഷിഫോൺ ടൈപ്പിലുള്ള ഒരു ഗ്ലേസിംഗ് ഉള്ള തുണിയാണ്. ഇനി ഇതിൻ്റെ താഴെ ഭാഗം, അതായത് താഴെ ഫ്രില്ല് വരുന്ന ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1 മീറ്റർ കോട്ടൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു നെറ്റ് തുണിയാണ്. ഇത് ഈ കോട്ടൺ തുണിയുടെ മുകളിൽ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് തുണിയാണ്. അതും 1 മീറ്റർ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ലൈനിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു 1/4 മീറ്റർ കോട്ടൺ ക്ലോത്താണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തിൻ്റെ അളവുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. പഴയൊരു ഫ്രോക്ക് വെച്ച് എങ്ങനെയാണ് ഇതിൻ്റെ അളവുകൾ എടുക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അളവുകളൊന്ന് ഞാൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 മീറ്റർ തുണിയെ ഞാൻ അതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. അതിനുശേഷം ഇതിനെ ഒന്നുകൂടി മടക്കി 4ആയി മടക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ഇതിൻ്റെ അളവുകൾ അടയാളപ്പെടുത്തുന്നത്. ഒരു 4-4.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മെഷർമെൻ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ ഷോൾഡർ 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ആം ഹോൾ ഒരു 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. പിന്നീട് ഇതിൻ്റെ വണ്ണം ഞാൻ അടയാളപ്പെടുത്തുന്നത് ഒരു 7 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ഇറക്കം ഒരു 10.5 സെൻറ്റിമീറ്ററാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ ഈ തുണി 10.5 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ ഉള്ളത്. ഇനി ഇതിൻ്റെ താഴെ ഇറക്കം മുകളിലെടുത്ത അളവിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. കൂടുതൽ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഇഞ്ച് മാത്രമേ മുകളിൽ നിന്ന് കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വരച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ നെക്കാണ്. അപ്പോൾ ഞാനൊരു 2.25 ഇഞ്ചാണ് ഇതിൻ്റെ നെക്ക് കൊടുക്കാൻ പോകുന്നത്. നെക്ക് വിട്ട് 2.25. ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2.5 ഫ്രണ്ടിലും ബാക്കിൽ ഒരു 1.5 ഇഞ്ചുമാണ്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ലൈനിങ്ങും ഇതേ തുണി തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. സെപ്പറേറ്റ് വേറെ തുണി കട്ട് ചെയ്തെടുക്കുന്നില്ല. ആദ്യം നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്രണ്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ ലൈനിങ്ങും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാട്ടെടുത്ത് അതും ഇതുപോലെ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്കിതിൻ്റെ ഹുക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് തയ്ച്ചു കൊടുക്കാം ആദ്യം തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തു.
അതിനുശേഷം ഇതിൻ്റെ കഴുത്ത് ഒരു 1/4 ഇഞ്ച് സീം അലവൻസിൽ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചോളം സീം അലവൻസ് ഇട്ടിട്ട് തയ്ച്ചു കൊടുക്കണം ഈ രണ്ട് ഭാഗവും. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ തയ്ച്ചതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് മറിച്ചിടണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശം നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതും അതുപോലെ തന്നെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരേ വശത്തിൽ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇവിടെ 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടും ഇതിൻ്റെ കഴുത്ത് ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടും ഒന്ന് തയ്ച്ചു കൊടുത്ത് മറിച്ചിടണം. ഇതുപോലെ എല്ലാം ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് തയ്ച്ചതിൻ്റെ ഉൾവശത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉൾവശത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് മറിച്ചിടണം. ഇനി ഇതിനെ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. ഇത് കോട്ടൺ തുണിയല്ല, അതുകൊണ്ട് അങ്ങനെ കറക്റ്റായി നിൽക്കില്ല. അപ്പോൾ നിങ്ങൾക്കൊരു അയൺ ബോക്സ് വെച്ചതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് വശവും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഷോൾഡർ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. അതായത് കഴുത്ത് ഈ ഭാഗത്ത് തന്നെ വരണം, ആം ഹോള് ഇവിടെ തന്നെ വരണം, അല്ലെ മാറിപ്പോകാൻ പാടില്ല. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ മാറിപ്പോവും. അതിന് ശേഷം ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്കൂടി കൈയിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൂടി ഇങ്ങനെ ഇടണം. അതിനുശേഷം ഇതിൻ്റെ ഷോൾഡർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡറും ഇതിൻ്റെ ഉള്ളിലേക്കൂടി ഇങ്ങനെ എടുത്ത് കാണിക്കുക. അപ്പോൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഹുക്സ് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തയ്ച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 2 ഇഞ്ച് വീതിയിൽ ഇതുപോലുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അതിനേക്കാൾ ഒരു ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പം ഈ തുണിയെ ബാക്ക് വശത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തയ്ച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം ഇതുപോലെ തയ്ച്ചു കൊടുക്കാൻ. അതിനുശേഷം ചെയ്യുന്നത് ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് മടക്കി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മറ്റേ വശവും ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഇതുപോലെ തന്നെ ഇവിടെയും ഒന്ന് പതിച്ച് തയ്ക്കണം. അതിനുശേഷം ഇപ്പോൾ ഇതിനെ ചെയ്യുന്നത് ഈ ബാക്കി മൊത്തം തുണിയെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മുകളിലേക്കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം ഇതുപോലെ തയ്ച്ചു ഒന്നിനെ മറ്റേതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് താഴെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3-4 കുടുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഫ്രില്ല് വെച്ച് ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ് ഒരു 3/4 മീറ്ററോളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ലൈനിങ് നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്തിൻ്റെ ഇറക്കത്തിനേക്കാൾ ഒരു 2 ഇഞ്ച് കുറവെടുത്താൽ മതി. താഴെ ഭാഗം തയ്ക്കാൻ വേണ്ടി ഞാൻ 1 മീറ്റർ തുണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ തുണി, ഒരു കോട്ടൺ തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത് 18.5 ഇഞ്ചാണ് ഞാനിതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്. നീളം എടുത്തിരിക്കുന്നത് 42 ഇഞ്ചോളം ഇതിൻ്റെ നീളം എടുത്തിട്ടുണ്ട്. ഈ തുണി ഞാൻ 2 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ഒന്ന് ഫ്രണ്ടിനും ഒന്ന് ബാക്കിനും വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നീളം നമ്മൾ നേരത്തെ എടുത്ത താഴെ ഭാഗത്ത് തയ്ക്കാനെടുത്ത കോട്ടൺ തുണിയുടെ അതേ
നീളത്തിലും വീതിയിലാണ് ഞാൻ എടുത്തത്. അത് 2 എണ്ണമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ടോപ്പ് ഭാഗത്തെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലൈനിങ്ങിനെ ഇതിൻ്റെ ഇത്രയും വീതിയിൽ ഒന്ന് ചുരുക്കിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ചുരുക്കിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുക്കിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3/4 ഇഞ്ചോളം ഇവിടെ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചെറുതായുള്ള ഓരോ ചുരുക്കുകൾ വെച്ച് കൊടുത്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ലൈനിങ്ങിനെ ഇതുപോലെ ഇങ്ങനെ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഈ കോട്ടൺ തുണിയും ചുരുക്കിട്ട് കൊടുത്ത് ഇത്രയും വീതിയിൽ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നീളമുള്ള തുണിയായതുകൊണ്ട് ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും വീതി കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഒരു 3/4 ഇഞ്ചോളം ഇവിടെ വിട്ടിട്ടാണ് ചെറിയ ചെറിയ ചുരുക്കുകൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ കുഞ്ഞി ചുരുക്കുകൾ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ ചുരുക്കുകൾ വെച്ചാൽ മാത്രമേ ഇത് കൂടുതൽ ഭംഗിയായിട്ടുണ്ടാവൂ. അപ്പോൾ ഇതിനെയും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തെ കോട്ടൺ തുണി ഇതുപോലെ നീളത്തിൽ ഞാൻ ചുരുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റേ ഭാഗവും അതുപോലെ തന്നെ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ ഈ തുണി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 വശത്തും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈനിങ്ങുമായിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ലൈനിങ്ങുമായി കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നെറ്റ് തുണിയെയും ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നെറ്റ് തുണിയെ ഇതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് സാധാരണ നമ്മൾ ചുരുക്ക് വെക്കുന്ന പോലെ തന്നെ തയ്ച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 1 മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും തുണി ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ തുണിയുടെ മുകളിൽ വെച്ച് ഇതൊന്ന് തയ്ച്ച് കൊടുക്കണം. ഇതിൻ്റെ നല്ല വശം മുകളിൽ വെച്ചതിന് ശേഷം ഇതിനെ നേരെ മറിച്ചിട്ട് ഇതിൻ്റെ മോശവശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഒന്ന് തയ്ച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതി. ബാക്ക് വശവും അതുപോലെ തന്നെ ചെയ്യണം. അപ്പം ബാക്ക് വശത്ത് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും മുകളിൽ ഇതുപോലെ തന്നെ വെച്ച് തയ്ച്ച് കൊടുക്കണം. അപ്പം ഞാൻ സ്റ്റിച്ചിങ് പാർട്ടൊന്നും പറയുന്നില്ല. ഇത് ഓൾറെഡി ഞാനൊരു ബേബി ഫ്രോക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ സ്റ്റിച്ചിങ് പാർട്ടൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ടോപ്പും ബോട്ടവും തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കൂട്ടി യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഇങ്ങനെ എടുത്ത്, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് താഴെ വരെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ വരെ നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷം ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും പുറമേയുള്ള ഈ നെറ്റിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഇവിടെ വരെ നമ്മൾ എല്ലാം കൂടിയാണ് കൂട്ടി യോജിപ്പിച്ചത്. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ രണ്ടിനെയും ഉള്ളിൽ മാറ്റിയിട്ട് ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കോട്ടൺ തുണി മാത്രം എടുത്ത് കൂട്ടി യോജിപ്പിക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്ങിനെ കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ വരെ മാത്രമേ നമ്മൾ മൊത്തം കൂട്ടി യോജിപ്പിക്കുള്ളൂ. ബാക്കി ചെയ്യുന്നത് അത് സെപ്പറേറ്റ് ഓരോ തുണിയും കൂട്ടി താഴെ വരെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ വശത്ത് ഒന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ ഞാൻ താഴെ ഭാഗം ഇതിൻ്റെ കോട്ടൺ തുണി ഒന്ന് ഇങ്ങനെ മടക്കി തയ്ക്കുകയാണ്. അതുപോലെ ലൈനിങ് ഞാൻ ഓൾറെഡി മടക്കി തയ്ച്ചിട്ടുണ്ട്. ബെൽറ്റൊന്നും ഞാൻ ഇതിന് പിടിപ്പിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊരു ഭംഗി ഉണ്ടാവൂ. ഞാൻ ഇതുപോലത്തെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ നെറ്റിൻ്റെ ചുറ്റും അടിഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചൊന്ന് ചെറുതായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് വളരെ എളുപ്പമാണ്. ഇതുപോലെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വെച്ചിട്ടാണെങ്കിൽ ഇത് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. ഈ നെറ്റിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഈ ലേസ് വെച്ച് പിടിപ്പിച്ചു. ഇതൊന്നും മടക്കി തയ്ച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ചു.
ഇതിലേക്ക് കൂടി ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഈ തുണി എപ്പോഴും ഈ ഫ്രണ്ടിൽ വെച്ച നെറ്റിനേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മടക്കി തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മടക്കി തയ്ച്ചിട്ടൊന്നുമില്ല, രണ്ടും ഒരേ അളവിലാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് ഭംഗിയായിട്ടുണ്ടാവൂ. കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 700 രൂപയ്ക്ക് മുകളിലാവും ഇതുപോലൊരു ഡിസൈനർ ബേബി ഫ്രോക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ. ഇപ്പോൾ എനിക്കൊരു ചിലവ് ഒരു 200 രൂപ മാത്രമേ ഇതിനായുള്ളൂ. അപ്പോൾ നമ്മുടെ ബേബി ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക്